ഈ റമദാനിൽ മാത്രം നമ്മുടെ കഴക്കൂട്ടത്ത് കെബാബ് ദുക്കാനിൽ കിട്ടുന്ന ഒരു വിഭവമാണ് ഈ മട്ടൻ ഹലീം എന്ന് പറയുന്നത്. ഞങ്ങൾ റമദാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് നമ്മൾ മട്ടൻ ഹലീം കഴിക്കാൻ പോയത്. അപ്പോൾ ഈ കാണുന്നതാണ് മട്ടൻ ഹലീം. നമ്മുടെ ഈ കെബാബ് ദുക്കാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മുഗൾ സ്റ്റൈലിലൊക്കെ ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അതുപോലെ തന്നെ ഈ മട്ടൻ ഹലീം എന്ന് പറയുന്ന ഒരു ഡൽഹി സ്റ്റൈൽ ആ ഒരു ഡിഷാണ്. അപ്പം ഞങ്ങളൊരു മട്ടൻ ഹലീം, പിന്നെ ഒരു ബിരിയാണി, ചിക്കൻ ബിരിയാണി, പിന്നെ ഒരു ചിക്കൻ ഡിഷ്, പിന്നെ ബട്ടർ നാനൊക്കെയാണ് ഓർഡർ ചെയ്തത്. അതിനകത്ത് ഈ മട്ടൻ ഹലീം എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിനകത്ത് നമ്മുടെ കൂട്ടത്തിലുള്ള ബൈജു മാത്രമേ മട്ടൻ ഹലീം നേരത്തെ കഴിച്ചിട്ടുള്ളായിരുന്നു. ബാക്കി എല്ലാവരും ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു. പക്ഷേ പിന്നെ ചില നാട്ടിൽ ഈ കഞ്ഞിയെ കുറിച്ച് കിടക്കുന്ന ടീംസിനൊന്നും ഇതേപോലത്തെ ഐറ്റംസൊന്നും ചിലപ്പോൾ ഇഷ്ടപ്പെടാറില്ല. ആരാണ് അയാൾ എന്ന് ചോദിച്ചാൽ ഞാനാണ് അയാൾ. ഈ മട്ടൻ ഹലീം ടേസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ മുഖത്ത് വരുന്ന ഭാവം നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. അപ്പം എനിക്ക് സത്യത്തിൽ ഇത് കഴിച്ചിട്ട് തോന്നിയത് മറ്റേ ഏതാണ്ട് ഗോതമ്പ് മാവിൽ കുറുക്കുണ്ടാക്കിയിട്ട് അതിൽ ചക്കച്ചവണി പോലെ കുറച്ച് മട്ടൻ കിടക്കുന്നതാണ്. പക്ഷേ ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഓരോരുത്തരും കഴിക്കുന്ന സമയത്തെ അവരുടെ വിശപ്പ്, മനോഭാവം, പിന്നെ എന്തൊക്കെ കഴിച്ചിട്ടാണ് കഴിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ നമ്മുടെ ടേസ്റ്റിനെ ബാധിക്കുന്നതാണ്. അപ്പം എല്ലാവരും ഇപ്പം റമദാൻ കഴിയാറായി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ഇട്ടത്. നേരത്തെ എടുത്ത് വെച്ച വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമുക്ക് ഇഷ്ടപ്പെട്ട വിഭവമാണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ കബാബ് ദുക്കാനിൽ പോയി ഒരു ഇതുപോലെ സ്പെഷ്യൽ ഡിഷ് കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. അത് മുഖത്തെ ഭാവം നോക്കണേ. അന്ന് നമ്മൾ കഴിച്ചത് പിന്നെ നേരത്തെ കഴിച്ചത് മട്ടൻ്റെ വാരിയൽ ആയിരുന്നു. അതും എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കണ്ടിട്ട് അത് മറ്റേ ലോലിപോപ്പ് പോലെ ഒരു എല്ലിൻ്റെ അറ്റത്ത് കുറച്ച് ഇറച്ചിയിരിക്കുന്ന ഭാവമാണ് എനിക്കുണ്ടായത്. അപ്പോൾ എല്ലാവരും എന്തായാലും നിങ്ങളെല്ലാം കഴിച്ചു നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഇതറിയാൻ പറ്റുള്ളൂ, ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. പിന്നെ മട്ടൻ വിഭവങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വില കൂടുതലായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു. സന്തോഷം. ബൈ ദ ബൈ, ഈ ചക്കച്ചവണി എന്താണെന്ന് മനസ്സിലായവർ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ നാട്ടിൽ അതിന് വേറെ എന്തെങ്കിലും പേര് പറയുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.